നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചപ്പാത്തി, പൂരി, റൊട്ടി, ചോറ് എന്നിവയുടെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള പൊട്ടറ്റോ മസാല ഉണ്ടാക്കാം. പൊട്ടറ്റോ മസാല ഉണ്ടാക്കുന്നതിന് ആദ്യമേ തന്നെ നമുക്ക് ഉരുളൻ ഒന്ന് വേവിച്ച് എടുക്കാം. ഒരു കുക്കറിൻ്റെ അകത്തേക്ക് 9 ഉരുളൻ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉരുളനൊക്കെ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 3 വിസിൽ വരെ നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം. 3 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഉരുളൻ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലി പൊളിച്ച് എടുക്കാവുന്നതാണ്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് മല്ലി, ഒരു 1.5 ടീസ്പൂൺ മല്ലി, ഒരു 3 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുഴവി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തിട്ട് ചതച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് ഈ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. അടിച്ച് പേസ്റ്റാക്കി കളയരുത്. പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ കറിയുടെ സ്വാദ് പോവും. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അരിഞ്ഞു പോകരുത്. കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി നമുക്ക് പൊളിച്ച് കളയാം. കിഴങ്ങൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഇതേപോലെ ഇതിൻ്റെ തൊലി അങ്ങോട്ട് പൊളിച്ച് എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നമ്മൾ ഈ പുഴുങ്ങിയ കിഴങ്ങ് അതിൻ്റെ തൊലി ഉരിച്ചു കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 കൊല്ലമുളക്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 2 മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞത്, ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിരുന്നേച്ച് അല്ലെങ്കിൽ മിക്സിയിൽ ചതച്ച് വെച്ചിരുന്നേച്ച് മസാലപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മറ്റു പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച നല്ല ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നവരെ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കിഴങ്ങും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ കിഴങ്ങ് മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ സോയാബീൻ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.